അതെ അതെ അതെ, അന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഒരു അപ്കമിങ് ഫിലിമിൽ അതിന്റെ കാസ്റ്റിംഗ് നടക്കുന്നേ ഉള്ളായിരുന്നു. അങ്ങനെയാണ് ഇത്. നിങ്ങൾ കണ്ടിട്ട് വിലയിരുത്തുക, ഞാനല്ലല്ലോ പറയേണ്ടത്. ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ ഫിലിമിൽ അതിൻ്റെതായ ഹിക്കപ്സ് അതെല്ലാ ആക്ടേഴ്സിനും ഉള്ള പോലെ കാണും. ബട്ട് ഇത് ഇവഞ്ച്വലി നമ്മൾ എന്താ പറയുക, അർജുന ഡിസൈഡ് ചെയ്യേണ്ടത് എത്രത്തോളം ഹാർഡ് വർക്ക് ഇട്ട് അതിനെ ചെയ്യാന്നുള്ളത്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമുക്ക് ആ ക്യാരക്ടറിന് വേണ്ട രീതിയിലുള്ള പെർഫോമൻസ് അതിന് വേണ്ടിയിട്ടുള്ള അർജുൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി ഫ്യൂച്ചർ അർജുൻ്റെ കയ്യിലാണ്. എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ലാൽ സാർ അവിടെ പറഞ്ഞിരുന്നെങ്കിലും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഉടനെ വിളിക്കുന്നു അല്ലെങ്കിൽ എപ്പോൾ വിളിക്കുന്നു എന്നൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നില്ല. സോ പെട്ടെന്ന് വിളിച്ചപ്പോഴത്തേനും ക്യാരക്ടർ എന്താണെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ആസ്പിറന്റ് ആക്ടറിന് എന്തുകൊണ്ടും സ്വപ്നം കാണാത്തൊരു എൻട്രിയാണ് ജിത്തു സാറിൻ്റെ മൂവി. ആസിഫ് ആക്കിയുമാണെങ്കിലും ആ ഒരു എല്ലാവരുടെയും കൂടി ഒരു എൻട്രി കിട്ടുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ ഞാൻ അതിൽ വേറെ ഒന്നും ആലോചിച്ചില്ല. ഫസ്റ്റ് സെറ്റിൽ ചെന്നപ്പോൾ തന്നെ എനിക്ക് പറഞ്ഞ ആയിട്ടായിരുന്നു ആദ്യത്തെ സീൻ തന്നെ. അപ്പം ലൈക്ക് ഞാൻ കണ്ട് ടി വിയിൽ കാണുന്ന മൂവിയിൽ കാണുന്ന ആൾക്കാരൊപ്പം ഫസ്റ്റ് എൻട്രി ചെയ്യുമ്പോൾ ജിത്തു സാറാണെങ്കിലും പേടിച്ചാണ് ഓഫ്കോഴ്സ് ആ സെറ്റിലേക്ക് ചേരുന്നത് തന്നെ. നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ സാറാണെങ്കിൽ ജിത്തു സാർ എല്ലാവരും കംഫർട്ടാക്കി. ആ ഒരു കംഫർട്ട് ലെവല്